എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ? ദ വോളണ്ടറി അൺനെസസറി ഡിലേ ഓഫ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. പ്രധാനപ്പെട്ട ടാസ്കിൽ നിന്നെല്ലാം നമ്മൾ മനഃപൂർവ്വം ഡിലേ വരുത്തുക അതിന്. അങ്ങനെ നമ്മൾ നമ്മുടെ ആക്ഷൻ എടുക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക് നഷ്ടമാവുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ബ്രെയിൻ പറയുന്നത് നമ്മൾ കേട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ സമയത്ത് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ്റെ അമിഗ്ഡലയിൽ നിന്നൊരു ത്രെഡ് വരും. നമുക്ക് ബ്രെയിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് നീ വേണ്ട, നീ ചെയ്യണ്ട, നീ ഇത് ചെയ്താൽ ശരിയാവത്തില്ല, മനസ്സിലായി? ഇങ്ങനെ ഒരു ഫിയർ, അതായത് പെർഫെക്ഷനിസം നോക്കുന്നവർക്കാണ് ഈ ഡിലേ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്നെ അതിന് കൊള്ളത്തില്ല, ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ആ ഒരു ഫിയർ നമുക്കുണ്ടാവും, മനസ്സിലായി? പിന്നെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ആ ടാസ്കിനോടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും നമ്മളെ അതിൽ നിന്ന് ഡിലേ വരുത്തും. പിന്നെ എന്തുകൊണ്ടാണ്? പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ല. അത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് കാര്യവും നല്ലതായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ കോൺഫിഡൻസ് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ നിരുത്സാഹപ്പെടുത്തും, എന്ത് കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ മാറ്റും. ഇങ്ങനെ ഒരു ത്രെറ്റ് നമുക്ക് തരും. പോയി സോഷ്യൽ മീഡിയയിൽ റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെ അപ്പം നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ എന്തിനാ റിസ്ക് എടുക്കുന്നത്, എന്തിനാ ടാസ്ക് ഏറ്റെടുക്കുന്നത്, നീ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെയുള്ള ഡബിൾ മൈൻഡിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് പോവും, മനസ്സിലായോ? അപ്പം നമ്മൾ ബ്രെയിൻ്റെ നല്ല ചിന്തകളിലോട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്തത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ. നമ്മുടെ നെഗറ്റീവ് തോട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക, നമ്മുടെ സക്സസ്സിലേക്ക് എത്തുക. ഓക്കെ.